ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ നാരേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പിണറായി ശ്രമിക്കുന്നത്. പക്ഷെ അത് കേരളീയ സമൂഹം അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ കാറ്, അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ കാറ് എന്ന് പറയുന്നത് ഒരു ടാക്സി ഓടാനുള്ളതല്ല. അത് ടാക്സി ഓടാൻ വേറെ കാറുകളുണ്ടാവും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ വഴിയെ പോകുന്ന ആളുകളൊന്നും കയറ്റാറില്ല. ഇനി SNDP യോഗത്തിൻ്റെ നേതാവിനെ അദ്ദേഹം പ്രത്യേകമായിട്ട് കയറ്റിയെങ്കിൽ NSS നേതാവിനെ കയറ്റണം, KCBCയുടെ നേതാവിനെ കയറ്റണം, മറ്റ് രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കയറ്റണം. ഏതെങ്കിലും ഒരു സമുദായ നേതാവിനെ ഈ വെള്ളാപ്പള്ളി ഒഴികെ വേറെ ആരെങ്കിലും അദ്ദേഹം അങ്ങനെ ഈ കാറ് കയറ്റിയിട്ട് ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി നിങ്ങളേരും കണ്ടിട്ടുണ്ടോ? സമസ്തയുടെ ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ? അതുപോലെയുള്ള മറ്റേതെങ്കിലും KCBCയുടെ ആൾ ഒരാളെ അദ്ദേഹം അങ്ങനെ കയറ്റിയിട്ടില്ല. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നോക്കക്കാരനായതുകൊണ്ട് കയറിയതിൽ നാട്ടുകാർക്കൊക്കെ ഒരു കിറുവാന്ന്. പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് കയറി മുന്നോക്കക്കാർ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ വസ്തുത. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയന് ഗുണമുണ്ട്. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ SNDP യോഗത്തിന് നേതാവുള്ള നിലക്കല്ല, നേരെ മറിച്ച് കേരളത്തിൽ ഇന്ന് CPM ലീഡർഷിപ്പും അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകൂടവും BJPയും തമ്മിലുള്ള ഒരു പാലമായിട്ട് വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. CPMന് നേരിട്ട് പറയാൻ കഴിയാത്ത വർഗീയ പ്രസ്താവനകൾ, ന്യൂനപക്ഷങ്ങളുടെ നേരെയുള്ള ഒരു അമിതമായിട്ടുള്ള എന്താ പറയുക ഒരു വിസിൽ ബ്ലോയിങ് പരിപാടി, ന്യൂനപക്ഷങ്ങളെ അപരസ്ഥാനത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനം, അത് നേരിട്ട് CPMന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി അത് വഴി ചെയ്യുന്നു, വെള്ളാപ്പള്ളി അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നു. അത് കേരളത്തിൽ ഒരു മജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വർഗീയമായിട്ട് വിഭജിച്ചുകൊണ്ട് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കാം, ജയിക്കാം എന്നുള്ള ഒരു അജണ്ടയാണ്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല. കാരണം വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, കൂടുതലായിട്ടുള്ള മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായി. മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും ഇപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്നില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തും വലിയൊരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനികൾക്കും അറിയാം ഇതാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളായിരിക്കും അതിൻ്റെ വിക്ടിംസ് ആകുക എന്ന് അവർക്കറിയാം. അതുപോലെ പിന്നോക്ക സമുദായ നേതാവാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നത്. പക്ഷേ പിന്നോക്ക സമുദായത്തിലുള്ള മഹാഭൂരിപക്ഷ ആളുകളും ഇതിൻ്റെ പിന്നിലുള്ള ചതിക്കുഴി മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ പിന്നോക്ക സമുദായക്കാർ വെള്ളാപ്പള്ളി പറഞ്ഞ സ്ഥലത്ത് നിൽക്കില്ല. എന്തുകൊണ്ട്? വെള്ളാപ്പള്ളി ആരാണെന്ന്, വെള്ളാപ്പള്ളിയുടെ രീതി എന്താണെന്ന്, വെള്ളാപ്പള്ളി ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം SNDPയുടെ യോഗത്തിൻ്റെ തലപ്പത്ത് എങ്ങനെയായിരിക്കുന്നത്, അവർ ഇലക്ഷനിലൂടെ വല്ലതുമാണോ? അതിൻ്റെ കാര്യങ്ങൾ വേറെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നാരേറ്റീവ് അതിന് വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു വ്യാജമായിട്ടുള്ള നാരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. മാത്രമല്ല സത്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് ഏറ്റുപിടിക്കുന്ന ഏതെങ്കിലും ഒരു CPM നേതാവിനെ നാട്ടിൽ കാണാനുണ്ടോ? CPMന് പിന്നെയും പിണറായി വിജയൻ അല്ലാതെ വേറെ നേതാക്കളൊന്നും ഇല്ലേ? കഴിഞ്ഞ ദിവസം ഇദ്ദേഹം MV ഗോവിന്ദൻ ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താണ്, വെള്ളാപ്പള്ളി ആണെങ്കിൽ പോലും വർഗീയ പ്രസ്താവന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? വെള്ളാപ്പള്ളിയുടേത് വർഗീയ പ്രസ്താവനയാണെന്ന് ഭംഗ്യന്തരേണ MV ഗോവിന്ദന് പോലും അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം ഗോവിന്ദന് നാട്ടുകാരുടെ അടുത്ത് ആൻസർ പറയാറുണ്ട്, അദ്ദേഹത്തിന് പാർട്ടിക്ക് ആൻസർ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കൂടുതൽ ഒറ്റപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട ദാറ്റ് ഈസ് ബീങ് എക്സ്പോസ്ഡ് ആസ് ഹൈലി കമ്മ്യൂണൽ, സെക്ടേറിയൻ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞത് BJPയുമായി സഖ്യം ചെയ്യുന്നത് വർഗീയ നിലപാട്, കോൺഗ്രസിന്റെ വർഗീയ നിലപാടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചത്. ഈ ചെറ്റ എന്ന് പറയുന്നത് ചെറ്റക്കുടിൽ, ഓല കൊണ്ടുള്ള കുടിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ദരിദ്രനാരായണന്മാർ കഴിയുന്ന വീട്, ആ വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കഴിയുന്നവരായിരിക്കുമല്ലോ ചെറ്റയാവുക, അല്ലേ? ചെറ്റത്തരം എന്ന പ്രയോഗം അത് പലപ്പോഴായി പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന് പ്രയോഗിക്കാവുന്ന ഒരു വാക്കാണെന്ന് ചോദ്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുന്നത് അത് എത്ര രൂക്ഷമായ പ്രതികരണമാണ്. വളരെ 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 മോശമായിട്ടൊരു പ്രതികരണമാണ്. ചെറ്റക്കുടിൽ എന്ന് പറയുന്നത് കെട്ടിമറച്ച കുടിലാണ്. കേരളത്തിലെ കർഷക തൊഴിലാളികൾ, കേരളത്തിലെ ദളിത് സമൂഹത്തിലായിരുന്ന ആളുകളാണ് കർഷക തൊഴിലാളി അധികവും. അവരുടെ കുടിലുകൾ ഇങ്ങനെയുള്ള കെട്ടിമറച്ച കുടിലുകളാണ്. അവിടെയുള്ള ആളുകളൊക്കെ മഹാചെറ്റകൾ, മഹാമോശക്കാർ. നേരെ മറിച്ച് ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ആൾ മഹാപ്രമുഖൻ. ഈ കവടിയാർ കൊട്ടാരത്തിലുള്ള ആൾ മഹാപ്രമുഖൻ, ക്ലിഫ് ഹൗസുകാരൻ മഹാൻ.
ഈ തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതൊരു ഫ്യൂഡലിസത്തിൻ്റെ കാലത്തെ, നാടുവാഴികളുടെ കാലത്തെ, മാടമ്പികളുടെ കാലത്തെ ഒരു രാഷ്ട്രീയ സമീപനമാണ്, സാമൂഹിക സമീപനമാണ്. പിണറായി വിജയൻ സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് പോളിറ്റ് ബ്യൂറോ ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് നമ്മുടെ സമുദായത്തിനകത്തുള്ള സാമൂഹികമായിട്ടുള്ള ഭിന്നതകളെക്കുറിച്ചും വിഭജനങ്ങളെക്കുറിച്ചും അറിയാം, ആളുകളെ ചവിട്ടി താഴ്ത്തിയതിനെക്കുറിച്ചും അദ്ദേഹത്തിന് നേരിട്ടറിയാം. അങ്ങനെയുള്ള ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുമ്പം എന്താ ഞാൻ അതിനോട് പറയേണ്ടത്? വളരെ മഹാമോശം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട് ശ്രീൻ പിച്ചക്കുട്ടി, ഇപ്പോൾ കോലീബി സഖ്യം എന്നുണ്ടായിരുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മൾ അത് കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് BJPയും കോൺഗ്രസും, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം BJP സഹായത്തോടു കൂടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, തിരുവനന്തപുരത്ത് പിന്നെ BJPക്ക് കൂടുതൽ വോട്ടും സീറ്റും കിട്ടിയിട്ടുണ്ട്, UDFന് കുറഞ്ഞു മാതിരിയുള്ള കുറേ ന്യായീകരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. CPMന് വോട്ട് കുറഞ്ഞതിന് എന്ത് ന്യായീകരണം പറയുക? കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞ പോലെ തന്നെ CPMൻ്റെ വോട്ട് കോഴിക്കോട്ട്, എനിക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് അത്ര ശക്തമായിട്ടൊന്നും അറിയില്ല, കോഴിക്കോട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. കോഴിക്കോട്ട് BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ഒരു വലിയ പങ്ക് CPMൻ്റെ വോട്ടുകളാണ്. CPMന് നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള പ്രദേശങ്ങളിലാണ് BJP മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അതിന് നിങ്ങൾ ആരെയാ കുറ്റം പറയുക? CPMകാരായിട്ടുള്ള ആളുകൾ BJP വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് ആക്സെപ്റ്റബിൾ ആണ്. കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്യുമ്പോൾ മോശം എന്ന മട്ടിൽ പറയാൻ കഴിയില്ല. രാഷ്ട്രീയമായിട്ട് BJPക്ക് വളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് CPMനകത്തു നിന്നാണ് ആ വോട്ടുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് എന്നൊക്കെ പോയിട്ടുണ്ടാവും, അതില്ലാന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത് പിണറായി അടക്കമുള്ള ആളുകൾ കൊണ്ടുവരുന്ന ഈ ഹിന്ദുത്വ നാരേറ്റീവ് ഉണ്ടല്ലോ, ഈ വർഗീയതയുടെ നാരേറ്റീവ് ഉണ്ടല്ലോ, അത് ആരെയാണ് സഹായിക്കുന്നത്? അത് സഹായിക്കുന്നത് ഹിന്ദുത്വ ശക്തികളെയാണ്. സാമൂഹികമായിട്ടുള്ള വിഭജനം, വർഗീയമായിട്ടുള്ള വിഭജനം ഒരിക്കലും ഇടതുപക്ഷത്തെ സഹായിക്കില്ല. അത് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് BJP അടക്കമുള്ള സംഘപരിവാര രാഷ്ട്രീയത്തെ ആയിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം ഇടതുപക്ഷം കാണിക്കേണ്ടതാണ്. കാരണം അവർ വിചാരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിജയിക്കാൻ പോകില്ല. അവരുടെ കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്യും, ഒക്കെ തിരിക്കുന്നത് പോവുകയും ചെയ്യും, മുകളിലുള്ളത് കിട്ടൂല. ഇതാണ് റിയാലിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Debate with Smriti Parathikkad.